തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴുന്നു. വിനോദസഞ്ചാര സീസണിൽ തേക്കടിയിലെ ബോട്ടിംഗ് പ്രതിസന്ധിയിലേക്ക്. മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട് നിയന്ത്രണമില്ലാതെ ജലമെടുക്കുന്നതാണ് ജലനിരപ്പ് താഴാൻ കാരണം. അണക്കെട്ടിലെ ജലനിരപ്പ് 113.90 അടിയിലേക്ക് താഴുന്നതോടെ മരക്കുറ്റികൾ നിറഞ്ഞ തേക്കടി തടാകത്തിലെ ബോട്ട് സവാരി വിഷമകരമായി. തമിഴ്നാട്ടിലേക്ക് നിയന്ത്രണമില്ലാതെ ജലം ഒഴുക്കിയതോടെയാണ് അണക്കെട്ടിലും തടാകത്തിലും ജലനിരപ്പ് താഴ്ന്നത്. അണക്കെട്ട് നിർമ്മാണത്തോടെ രൂപപ്പെട്ട തടാകവും ജലം സംഭരിക്കപ്പെട്ടതോടെ മുങ്ങിയ മരങ്ങളുടെ കുറ്റികളുമാണ് തടാകത്തിലുള്ളത്. ജലനിരപ്പ് താഴ്ന്നതോടെ മരക്കുറ്റികളുടെ മുകൾ ഭാഗം തടാകത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഉയർന്നു വരും. ഇവയിൽ തട്ടാതെ വേണം പ്രത്യേക ഭാഗത്തുകൂടി ബോട്ട് സവാരി നടത്താൻ. ജലനിരപ്പ് 113.9 അടിയുണ്ടെങ്കിലും ഇത്രയും ആഴത്തിൽ ജലമുള്ളത് അണക്കെട്ടിന് സമീപത്ത് മാത്രമാണ്. ജലനിരപ്പ് വീണ്ടും താഴ്ന്നാൽ ഇപ്പോഴുള്ള ഭാഗത്ത് ബോട്ടടുപ്പിക്കാനോ സഞ്ചാരികളെ കയറ്റാനോ കഴിയില്ല. മധ്യവേനൽ അവധിക്കാലമായതോടെ കുട്ടികളുമായി നിരവധി കുടുംബങ്ങളാണ് തേക്കടി കാണാനെത്തുന്നത്. തമിഴ്നാട് ഉൾപ്പെടെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ജൂൺ പകുതി വരെ തേക്കടിയിലേക്ക് എത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത് തേക്കടിയിലെ പ്രധാന ആകർഷണീയമായ ബോട്ടിങ്ങിനെ ഗുരുതരമായി ബാധിക്കും. അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ തമിഴ്നാട്ടിലേക്ക് അനിയന്ത്രിതമായി വെള്ളം കൊണ്ടുവന്ന് നിർത്തിവെക്കുവാൻ കേരള സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ബോട്ട് സർവീസിൻ്റെ ബോട്ട് ലാൻഡിംഗ് ഏകദേശം ഒരു 500 മീറ്ററോടെ മുന്നോട്ട് മാറ്റി സ്ഥാപിച്ച് തേക്കടിയിലെ ടൂറിസത്തിന് പ്രധാന ആകർഷണീയമായ ബോട്ടിങ് സുഗമമായി നടത്തുവാൻ വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട ടൂറിസം വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കണം. ജലനിരപ്പ് താഴ്ന്ന ബോട്ട് സവാരി തടസ്സപ്പെട്ടാൽ വരുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങേണ്ടി വരുമെന്നതാണ് വിനോദസഞ്ചാര മേഖലയെ ആശങ്കയിലാക്കുന്നത്. ഇടുക്കി വിഷൻ, കുമളി.